കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന പഴമൊഴി പണ്ട് മുതലേ നമ്മൾ കേൾക്കാറുള്ളതാണ്. സ്വന്തം കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതത്വം അമ്മയുടെ ഗർഭപാത്രവും ജനനശേഷം പെറ്റമ്മയുടെ കരങ്ങളുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. സ്നേഹവും സഹനവും കരുതലുമെല്ലാമാണ് അമ്മ എന്ന സങ്കല്പം. എന്നാൽ നമ്മുടെ ചിന്തകളെപ്പോലും ഭയപ്പെടുത്തുന്നതാണ് സമീപകാലത്തെ ചില സംഭവങ്ങൾ. സ്വന്തം കുഞ്ഞുങ്ങൾ അമ്മയുടെ കരങ്ങളിൽ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ മടിക്കാത്ത സ്ത്രീകളെക്കുറിച്ച് ഞെട്ടലോടെയാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. കോഴിക്കോട് രാമനെല്ലൂരിൽ 6 വയസ്സുകാരനെ അമ്മ കൊലപ്പെടുത്തിയതാണ് ഒടുവിലത്തെ സംഭവം. എന്താണ് ഈ ക്രൂരകൃത്യത്തിന് ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഒരമ്മയ്ക്ക് എങ്ങനെ കഴിയും? മക്കളെ അമ്മമാർ കൊലപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ പിടയാറുണ്ടല്ലേ? കുടുംബ പ്രശ്നങ്ങളും വിഷാദരോഗവും മറ്റു മാനസിക സമ്മർദ്ദങ്ങളുമാണ് ചില സ്ത്രീകളെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. രാമനെല്ലൂരിലാണ് 6 വയസ്സുകാരനെ അമ്മ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. രാമനെല്ലൂർ സ്വദേശിനി അനു മകൻ നന്ദഹർഷനെ കൊന്ന വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കാക്കൂർ പുന്നശ്ശേരി കോട്ടയിൽ ബിജീഷിന്റെ മകൻ നന്ദഹർഷനെയാണ് അമ്മ അനു കൊലപ്പെടുത്തിയത്. രാവിലെ ബിജീഷ് ജോലിക്ക് പോയ ശേഷമാണ് സംഭവം. മകനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച ശേഷം അനു തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. പോലീസെത്തി കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അനുവിനെ കാക്കൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാക്കൂർ സരസ്വതി വിദ്യാമന്ദിറിലെ UKG വിദ്യാർത്ഥിയാണ് മരിച്ച നന്ദഹർഷൻ. KSFE ജീവനക്കാരിയാണ് അനു. ഇവർ മാനസികാസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിക്കുന്നയാളാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി പോണേക്കരയിലെ വനജ ടീച്ചറുടെ ദുരൂഹമരണം ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നു. പകൽ വീട്ടിൽ ആളനക്കമൊന്നും കേട്ടില്ല. രാത്രിയിൽ കുടുംബാംഗങ്ങൾ എത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വയോധികയെ. റിട്ടയർഡ് അധ്യാപികയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? എന്താണ് വനജ ടീച്ചർക്ക് സംഭവിച്ചത്? വീടിനുള്ളിലെ കിടക്കയിൽ രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിൽ ഒട്ടേറെ മുറിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രാഥമികമായ പരിശോധനയിൽ കൊലപാതകമെന്നാണ് സംശയം. ഇടപ്പള്ളി പോണേക്കര പ്രതീക്ഷ നഗറിലെ വീട്ടിൽ 70കാരി വനജ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച പകൽ മുഴുവൻ വനജ വീട്ടിൽ തനിച്ചായിരുന്നു. പിന്നീട് രാത്രി 9:30യോടെ ബന്ധുക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ഉടൻ പോലീസിന് വിവരം അറിയിച്ചു. പോലീസെത്തി വിശദമായി നടത്തിയ പരിശോധനയിലാണ് കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. വനജയുടെ മൃതദേഹത്തിൽ ഒട്ടേറെ മുറിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. മൃതദേഹത്തിനരികിൽ നിന്ന് ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. മോഷ്ടശ്രമത്തിലൂടെയുള്ള കൊലപാതകം ആണോ എന്ന് പോലീസ് സംശയിക്കുന്നു. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് പറയുന്നു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ശാസ്ത്രീയമായ പരിശോധന നടത്തി. ന്യൂസ് 18 കൊച്ചി.
ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ അച്ഛനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ മക്കൾ. മനസാക്ഷി മരവിക്കുന്ന ഈ കഥ കേട്ടത് തമിഴ്നാട്ടിൽ നിന്നാണ്. തിരുവള്ളൂർ സ്വദേശിയും സ്കൂൾ ജീവനക്കാരനുമായ ഗണേഷ് കഴിഞ്ഞ ഒക്ടോബറിലാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. ആദ്യം അപകട മരണമെന്ന് കരുതി പോലീസ് എഴുതിത്തള്ളിയെങ്കിലും ഗണേഷിൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം നടപടികൾ ആരംഭിച്ചതോടെ ചില സംശയങ്ങൾ തോന്നി. വീട്ടുകാരുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയിൽ ദുരൂഹത തോന്നിയ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു. കേസിൽ 2 ആൺമക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് തിരുവള്ളൂർ പോത്താട്ടൂർ പേട്ടൈ സ്വദേശിയും ഗവൺമെന്റ് സ്കൂളിലെ ലബോറട്ടറി അസിസ്റ്റന്റുമായ EP ഗണേശൻ പാമ്പ് കടിയേറ്റ് മരിച്ചത്. വീട്ടിൽ വെച്ച് ഗണേശന് പാമ്പ് കടിയേറ്റെന്നായിരുന്നു ബന്ധുക്കളുടെ മൊഴി. അപകട മരണമായാണ് പോലീസ് കേസെടുത്തതെങ്കിലും ഗണേശന്റെ പേരിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ മരണത്തിൽ സംശയമുയരുകയായിരുന്നു. ഗണേശന്റെ പേരിൽ ഉയർന്ന തുകയുടെ ഒട്ടേറെ പോളിസികൾ എടുത്തിരുന്നതും വീട്ടുകാരുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും കണ്ട് സംശയം തോന്നിയ ഇൻഷുറൻസ് കമ്പനി അധികൃതർ തമിഴ്നാട് നോർത്ത് IG പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത്. ഇൻഷുറൻസ് തുകയ്ക്കായി മക്കൾ തന്നെയാണ് ഗണേശനെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മക്കളായ മോഹൻരാജ്, ഹരിഹരൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്ക് സഹായം നൽകിയ 4 പേരെയും അറസ്റ്റ് ചെയ്തു. കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. കൊലപാതകത്തിന് മുൻപായി പ്രതികൾ ഗണേശന്റെ പേരിൽ 3 കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തിരുന്നു. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം സംഭവം അപകട മരണമായി ചിത്രീകരിക്കാനായിരുന്നു പദ്ധതി. സഹായികൾ വഴിയാണ് വിഷപ്പാമ്പുകളെ സംഘടിപ്പിച്ചത്. മൂർഖനെ ഉപയോഗിച്ച് പിതാവിന്റെ കാലിൽ കടിപ്പിച്ചെങ്കിലും മാരകമായി വിഷമേൽക്കാത്തതിനാൽ ആദ്യത്തെ കൊലപാതക ശ്രമം പാളിപ്പോയി. ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഉഗ്രവിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പിനെ കൊണ്ട് ഉറങ്ങിക്കിടന്ന ഗണേശന്റെ കഴുത്തിൽ കടിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ പാമ്പിനെ പ്രതികൾ തന്നെ അടിച്ചു കൊന്നു. എന്നാൽ ഏറെ വൈകിയാണ് ഗണേശനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതും പിന്നീട് സംശയം തോന്നാൻ കാരണമായി. സമാനതകളില്ലാത്ത ക്രൂര കൊലപാതക ഞെട്ടിലാണ് തിരുവള്ളൂർ പോത്തൂർപേട്ടയിൽ നിവാസികൾ. ന്യൂസ് 18 ചെന്നൈ. രാഷ്ട്രീയത്തിനൊപ്പം കുടുംബ പ്രശ്നവും ഭർത്താവിൻ്റെ മരണവുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തിരുവനന്തപുരം വെമ്പായത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഭാര്യയ്ക്ക് സീറ്റ് നൽകിയാൽ എതിരെ രംഗത്തു വരുമെന്ന വെമ്പായം സ്വദേശി അജിത് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായതാണ്. അതിനിടെ അജിത് കുമാറിൻ്റെ ദുരൂഹ മരണം, ആത്മഹത്യയെന്ന് കരുതിയ മരണം ഒടുവിൽ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മരണകാരണം തലക്കേറ്റ പരുക്കെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അടുത്ത ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്തു. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് സർക്കാർ നീക്കം. ഒക്ടോബർ 19 രാവിലെ 5-നാണ് അജിത്തിനെ വീട്ടിലെ ഓഫീസ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അജിത്ത് അമിത അളവിൽ മരുന്ന് കഴിച്ച് ജീവനൊടുക്കിയെന്നായിരുന്നു മകൻ വിനായക് ശങ്കറിന്റെ മൊഴി. എന്നാൽ 60 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മരണകാരണം തലക്കേറ്റ പരുക്കാണെന്ന് തെളിഞ്ഞു. സംഭവ ദിവസം അജിത്തും താനും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും വടിയെടുത്ത് അച്ഛനെ അടിച്ചെന്നും വിനായക് മൊഴി നൽകിയിട്ടുണ്ട്. അജിത്തിന്റെ അച്ഛനും അമ്മയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭാര്യ ബീനയെയും വിനായകനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മരണകാരണം തലക്കേറ്റ പരുക്കെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അടുത്ത ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്തത്. 4 തവണ തലയ്ക്ക് പിന്നിലേറ്റ അടിയിൽ ആഴത്തിൽ ചതവുണ്ടായെന്നും ദേഹത്ത് പലയിടങ്ങളിലായി 31 പരുക്കുകളുണ്ടെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദുരൂഹ മരണത്തിലെ അന്വേഷണത്തിൽ ഒത്തുകളി ആരോപിച്ച് വട്ടപ്പാറ പോലീസിനെതിരെ അജിത്തിന്റെ രക്ഷിതാക്കൾ റൂറൽ SP-ക്ക് പരാതി നൽകി.
മരണത്തിന് മുമ്പാണ് ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങൾ സഹിതം അജിത്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഭാര്യ ബീന എന്റെ പേര് കൂടി ചേർത്ത് 2 തവണ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. ഇനി ബീന അജിത്ത് എന്ന പേരുപയോഗിക്കാൻ പാടില്ല. ഇവർക്ക് കോൺഗ്രസ് കമ്മിറ്റി സീറ്റ് നൽകിയാൽ ഞാൻ തന്നെ എതിരെ രംഗത്ത് വരും. ജാഗ്രതൈ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അജിത്തിന്റെ മരണത്തിനു പിന്നാലെ ഈ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരുന്നു. മരണം നടന്ന് 5-ാം നാൾ വീട്ടിലെ 2 മുറികൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയതിലും ദുരൂഹത ആരോപിച്ച് അജിത്തിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നെങ്കിലും പോലീസ് അത് ഗൗരവമായി കണ്ടിരുന്നില്ല. പിന്നീട് 60 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് പോലീസ് ഉണർന്നത്. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കും. ഇക്കാര്യം ആവശ്യപ്പെട്ട് മന്ത്രി GR അനിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് നടപടി. വട്ടപ്പാറ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റണമെന്നാവശ്യപ്പെട്ട് അജിത്തിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതി അടക്കമാണ് മന്ത്രി കൈമാറിയത്. അജിത്തിന്റെ അമ്മ രാധാദേവിയെയും അച്ഛൻ മാധവൻ നായരെയും മന്ത്രി GR അനിലും CPM ജില്ലാ സെക്രട്ടറി V ജോയിയും സന്ദർശിച്ചു. അമ്മ ഇക്കാര്യത്തിന് ആരും ഇല്ലാത്ത ആളാണെന്ന് എനിക്കില്ല. നാട്ടിലെ ആളുകളെല്ലാവരും ഉണ്ട്. നാട്ടിലെ ആളുകളെല്ലാം ഈ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നുള്ളത് ഭാഗമാണ് ഇവരെല്ലാവരും ഇവിടെ വന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് നീതി നമുക്ക് ലഭ്യമാക്കണമെന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നമ്മൾ നീങ്ങും. അതേസമയം ഭർത്താവിന്റെ മരണത്തിൽ തനിക്ക് സംശയമുണ്ടായിരുന്നില്ലെന്നാണ് ഭാര്യ ബീനയുടെ പ്രതികരണം. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ബീന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വെമ്പായം പഞ്ചായത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ന്യൂസ് 18 പോത്തൻകോട്. ഏറെ സ്നേഹിക്കുന്ന ഓരോ മാതാപിതാക്കളുടെയും മനസ്സിൽ താമരശ്ശേരിയിലെ ഷഹബാസ് ഒരു നീറുന്ന ഓർമ്മയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകനെക്കുറിച്ച് അവൻ്റെ ഉപ്പയും ഉമ്മയും ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു കാണും. എന്നാൽ സഹപാഠികളുടെ ക്രൂര വിനോദം ആ കൗമാരക്കാരൻ്റെ ജീവനാണ് എടുത്തത്. ഷഹബാസിന് ശേഷം ഒട്ടേറെ കുരുന്നുകളുടെ നിലവിളി ശബ്ദം നിരവധി സ്കൂളുകളിൽ നിന്നും തെരുവുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കേട്ട പേരാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആദിൽ. അവനെയും തല്ലിച്ചതച്ചത് സഹപാഠികളാണ്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര പ്രശ്നത്തിനിടെയാണ് 15-കാരന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് 15 വയസ്സുകാരനെ 10ഓളം വരുന്ന സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചതായാണ് പരാതി. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി അജാനൂർ ഇട്ടമ്മലിലെ അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ആദിലിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. കൈക്കും നെഞ്ചിനും പുറത്തും പരിക്കേറ്റ വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകവെ ഒരു സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. അടിയേറ്റ വിദ്യാർത്ഥിയുടെ സുഹൃത്തും ചില വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിന്റെ തുടർച്ചയായാണ് ആക്രമണം. ഇവര് നല്ലോണം ടച്ച്, ഇവർ കുറേ ആളുണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് മുഖത്തും കൂടി ചവിട്ടിയിട്ട് നല്ലോണം കുത്തി, നല്ലോണം എന്തെല്ലോ ചെയ്തിന്. ഞാൻ ഒറ്റയ്ക്കുണ്ടായി. ഇവർ 10-12 ആളുണ്ടായിന്. എൻ്റെ നെഞ്ഞ്, ഷോൾഡർ എല്ലായിടത്തും കുത്തിയിട്ട് ഇവർ, ആ വീട്ടുകാരുണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. വീട്ടുകാർ വരുമ്പോൾ ഇവർ എല്ലാവരും പാഞ്ഞ്. ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായത്. എൻ്റെ ആരും ഉണ്ടായില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, വേറെ ഫ്രണ്ടിൻ്റെ പെരക്കേക്കാന്ന് പോകുന്നുണ്ടായി. അപ്പോൾ ഇവർ വന്നിട്ട് ഒരു 10-12 ആളുണ്ടാവും. എന്നിട്ട് എല്ലാവരും എത്തിയിട്ട് ഒരു കാരണം ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് എന്നെ തച്ചിട്ട് ഇവർ, ആ വീട്ടുകാരുണ്ടായതുകൊണ്ട് ഇവർ പോയി. അല്ലെങ്കിൽ ഞാൻ അവിടെ ബാക്കി എങ്ങനെ ആയില്ലായിരുന്നു. ആദിലിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ന്യൂസ് 18 കാസർഗോഡ്. ഈ നാട്ടിൽ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്ക് എവിടെ നിന്ന് നീതി കിട്ടും? പോലീസും കോടതിയും വേട്ടക്കാർക്കൊപ്പമാണോ? സാധാരണ ഒരു സ്ത്രീ അങ്ങനെ ചിന്തിച്ചാലും അത്ഭുതപ്പെടാനുണ്ടോ? തിരുവനന്തപുരത്ത് IFFK സ്ക്രീനിങ്ങിനിടെ ഒരു സാധാരണ പെൺകുട്ടിക്ക് നേരെയല്ല ലൈംഗിക അതിക്രമം ഉണ്ടായത്. സംവിധായികയായ ഒരു സ്ത്രീക്ക് നേരെയാണ്. ഇവിടെ പ്രതി ഇടതു സഹയാത്രികൻ മുൻ MLAയുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്. എന്നാൽ പരാതിയും കേസുമൊക്കെ ആയിട്ടും കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു നടപടിയുമില്ല. ലൈംഗിക അതിക്രമ കേസിൽ കുഞ്ഞുമുഹമ്മദിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. യുവ സംവിധായകൻ നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിലെടുത്ത കേസിലാണ് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പരാതി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിഭാഗം വാദിച്ചു. സംവിധായകന്റെ അതിക്രമം പരാതിക്കാരിയെ വല്ലാതെ തളർത്തിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഇതിന്റെ ആഘാതത്തിൽ നിന്നും കരകയറാൻ ദിവസങ്ങളെടുത്തു. കുടുംബാംഗങ്ങളുമായി ആലോചിച്ച ശേഷമാണ് പരാതി നൽകിയത്. രാഷ്ട്രീയ പ്രേരിതമായ കേസല്ലെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ അസ്വാഭാവികതയില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സമാന കേസുകളിൽ അകപ്പെടാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണമെന്നും വ്യവസ്ഥയുണ്ട്. നവംബർ 27-ന് സംവിധായിക മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഡിസംബർ 8-നാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത്. തുടർന്നാണ് കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പരാതിയിൽ പറയുന്ന സമയത്ത് ഇരുവരും ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംവിധായികയുടെ രഹസ്യമൊഴി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ മെട്രോ നഗരങ്ങളിലടക്കം നൈറ്റ് ലൈഫ് ആഘോഷമാക്കുമ്പോഴും പലയിടത്തും സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ല എന്നതാണ് വസ്തുത. മഹാരാഷ്ട്രയിലും കർണാടകയിലുമാണ് ഒടുവിലത്തെ സംഭവങ്ങൾ. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ ഹോട്ടലിൽ റൂം നമ്പർ മാറിയെത്തി വാതിലിൽ മുട്ടിയ നേഴ്സിനെ 3 സംഘം കൂട്ടബലാത്സംഗം ചെയ്തു. ബംഗളൂരു നഗരത്തിൽ വനിതാ ഡോക്ടർക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലാണ് നേഴ്സായ യുവതിയെ ഹോട്ടൽ മുറിയിൽ കൂട്ടബലാത്സംഗം ചെയ്തത്. കേസിൽ പ്രതികളായ ഘനശ്യാം റാത്തോഡ്, ഋഷികേശ് ചവാൻ, കിരൺ റാത്തോഡ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ മദ്യപിക്കാനായാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. ഇതിനിടെ രാത്രി 11 മണിയോടെയാണ് യുവതി സുഹൃത്തിനെ കാണാനായി ഹോട്ടലിലെത്തിയത്. യുവതിയുടെ സുഹൃത്ത് താമസിച്ചിരുന്നത് 205 നമ്പർ മുറിയിലായിരുന്നു. എന്നാൽ റൂം നമ്പർ മാറിപ്പോയ യുവതി പ്രതികൾ കഴിഞ്ഞിരുന്ന 105 നമ്പർ മുറിയിലാണ് എത്തിയത്. വാതിലിൽ മുട്ടിയതോടെ പ്രതികൾ വാതിൽ തുറന്നു. സുഹൃത്ത് അവിടെയില്ലെന്നറിഞ്ഞ് യുവതി ക്ഷമാപണം നടത്തി മടങ്ങുന്നതിനിടെ പ്രതികൾ ബലമായി അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് മുറി പൂട്ടിയിട്ട ശേഷം യുവതിയെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുകയും മാറി മാറി ബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്തെന്നാണ് കേസ്. പുലർച്ചെ 3 മണിയോടെയാണ് യുവതിക്ക് മുറിയിൽ നിന്ന് പുറത്തു കടക്കാനായത്. ഇവരുടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പ്രതികളിൽ ഋഷികേശ് ചവാൻ MBA വിദ്യാർത്ഥിയും മറ്റു 2 പ്രതികൾ ബാങ്കിലെ റിക്കവറി ഏജന്റുമാരുമാണ്. അതിക്രമത്തിനിരയായ യുവതി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണെന്നും പണം കടം വാങ്ങാനായാണ് സുഹൃത്തിന്റെ അടുത്തേക്ക് പോയതെന്നും പോലീസ് പറഞ്ഞു. ബംഗളൂരു നഗരത്തിൽ ബുധനാഴ്ച രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് നടന്നു പോകുന്നതിനിടെയാണ് വനിതാ ഡോക്ടർക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്.
ബൈക്കിലെത്തിയ യുവാവ് ഡോക്ടറെ കടന്നുപിടിക്കുകയായിരുന്നു. ചിക്കബനാവര AGB ലേഔട്ടിൽ ബൈക്കിലെത്തി വഴിയോദിച്ച ആൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിനിടെ ബൈക്കിൽ നിന്നിറങ്ങി കടന്നുപിടിച്ചെന്നാണ് കേസ്. യുവതി ബഹളം വെച്ചതോടെ പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടുക്കി കട്ടപ്പന റൂറൽ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ സാബു തോമസ് ആത്മഹത്യ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കുടുംബം. SHO മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു കേസും എടുത്തില്ല. മരിച്ച സമയത്ത് സഹായിക്കാമെന്ന് പറഞ്ഞെത്തിയ നേതാക്കളെല്ലാം പിന്മാറി. എന്നാൽ സാബുവിന് എന്താണ് സംഭവിച്ചതെന്നറിയണം. കട്ടപ്പന പോലീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ലഭിച്ചില്ലെന്ന് സാബു തോമസിന്റെ കുടുംബം പറയുന്നു. നീതി ലഭിക്കാൻ മരണം വരെ പോരാടുമെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി സാബു പറഞ്ഞു. സാബു മരിച്ചിട്ട് 1 വർഷമായി. എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. അതായത് ഞാൻ 1 വർഷം, അതായത് കേസ് സംഭവം നടന്നു കഴിഞ്ഞാൽ കുറേ ദിവസം ഈ കേസിൻ്റെ പുറകെ ഓടി. അതായത് SP-ക്ക് പരാതി കൊടുത്തു, DSP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു. അവിടെ നിന്ന് യാതൊരുവിധ നീതി കിട്ടിയിട്ടില്ല. പ്രതികളെല്ലാം 3 പ്രതികളുടെ പേര് കുറ്റപത്രം ഇട്ടിട്ടുണ്ട്. ഈ കുറ്റപത്രത്തിൽ ഒന്നുമില്ല. കേസിനകത്ത് അതായത് 194 സെക്ഷൻ പ്രകാരമാണ് ഇത് ഇട്ടേക്കുന്നത്. 194-നകത്ത് ഒന്നുമില്ല. റോഡിൽ കിടന്നൊരു അടിപിടി ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അതിനകത്തൊരു ശിക്ഷ എന്ന് പറയുന്ന ഒന്നും കിട്ടാനില്ല. 2024 ഡിസംബർ 20-നാണ് കട്ടപ്പന സ്വദേശിയായ മുളങ്ങാശ്ശേരിയിൽ സാബു തോമസ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻപിൽ തൂങ്ങി മരിച്ചത്. 15 ലക്ഷം രൂപ നിക്ഷേപിച്ച സാബു ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഇതേ തുടർന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുയർന്നിരുന്നു. എന്നാൽ സജിക്കെതിരെ യാതൊരു അന്വേഷണവും ഉണ്ടായില്ല. തനിക്ക് ജീവനിൽ ഭയമില്ലെന്നും സഹായം ലഭിച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും മേരിക്കുട്ടി സാബു പറയുന്നു. എനിക്ക് യാതൊരുവിധ സപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല. ഇനി സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ കേസുമായിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. VR സജിയുടെ ഭീഷണിയാണല്ലോ ഈ അഴിമതിയിലേക്ക് നയിച്ചത് 100%. കാരണം ബോർഡ് മെമ്പേഴ്സ് അറിയാതെ താഴേക്കുള്ള ജോലിക്കാരൊന്നും അറിയാം. ബോർഡ് മെമ്പേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് എല്ലാ പരിപാടിയും അവിടെ നടത്തിയിരിക്കുന്നത്. ഒത്തിരി പാവങ്ങളുടെ കാശും കൊടുക്കണം, അവരുടെ കാശും കൂടെ കൊടുത്തിട്ട്. ന്യൂസ് 18 ഇടുക്കി. നിങ്ങൾ വിദേശത്തൊരു തൊഴിൽ തേടുന്നവരാണോ? അതിന് വിദ്യാഭ്യാസവും തൊഴിൽ പരിചയവും പ്രശ്നമല്ല. മലപ്പുറം പൊന്നാനിയിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിലെത്തിയാൽ ഏത് സർവകലാശാലയുടെയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തി തരും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിന് പുറത്തെ 20-ലധികം സർവകലാശാലകളുടെ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പിടിച്ചെടുത്തു. വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയ്ക്ക് സീലുകളും ഹോളോഗ്രാമുകളും നിർമ്മിച്ചു നൽകുന്ന സംഘത്തെയും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ 3 പേരെയാണ് പൊന്നാനി പോലീസ് ഒടുവിൽ പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതി ഡാനി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. കേരളത്തിനകത്തും പുറത്തുമായി ലക്ഷക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയിരുന്ന മാഫിയയ്ക്ക് മറ്റു സഹായങ്ങൾ ചെയ്തു നൽകിയ സംഘത്തെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജഹാംഗീർ, പൊൻപാണ്ടി, പരമശിവം എന്നിവരാണ് പിടിയിലായത്. ജഹാംഗീർ പേപ്പറുകളും മറ്റും സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളും പരമശിവം സീലുകൾ നിർമ്മിച്ചു നൽകുന്ന ആളും പൊൻപാണ്ടി സർട്ടിഫിക്കറ്റുകൾക്ക് ആവശ്യമായ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന ആളുമാണെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ
കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. 10 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. നേരത്തെ അറസ്റ്റ് ചെയ്ത ഡാനി എന്ന ധനീഷിനെയും ജൈൻലാബുദ്ദീനെയും കസ്റ്റഡിയിൽ വാങ്ങി ശിവകാശിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോഴാണ് ഈ 3 അംഗ സംഘത്തെക്കുറിച്ച് വിവരം കിട്ടിയത്. 3 പേരെയും പൊന്നാനി കോടതിയിൽ ഹാജരാക്കി. പൊന്നാനി SHO S അഷ്റഫിന്റെ നേതൃത്വത്തിൽ SI ആൻഡോ ഫ്രാൻസിസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വം, ശ്രീജിത്ത്, സനീഷ്, ASI നൌഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. വിദേശത്ത് നിന്ന് അവധിക്ക് വരുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? വലിയ സന്തോഷത്തിലാകും വീട്ടുകാരെല്ലാം. ഇങ്ങനെ കണ്ണൂർ നെല്ലിക്കലിലെ ഒരു വീട്ടിലെ ആഹ്ലാദ നിമിഷം പെട്ടെന്നാണ് ആശങ്കയായി മാറിയത്. നെല്ലിക്കൽ സ്വദേശി ബിജുവിനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോയ സമയത്തായിരുന്നു വീട്ടിലെ മോഷണം. ബിജുവിനെ സ്വീകരിക്കാനായി ഭാര്യയും മകളും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ സമയം വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 27 പവൻ സ്വർണവും പണവുമാണ് മോഷണം പോയത്. ഉളിക്കൽ, നുച്ച്യാട്, നെല്ലിക്കൽ സിമിലിമോൾ ബിജുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വിദേശത്ത് നിന്ന് അവധിക്ക് വരുന്ന ഭർത്താവ് ബിജുവിനെ സ്വീകരിക്കാൻ കോഴിക്കോട് വിമാനത്താവളത്തിൽ പോയതായിരുന്നു സിമിലിയും മകളും. വ്യാഴാഴ്ച പകലാണ് മോഷണം നടന്നത്. ഈ സമയം വീട്ടിൽ സിമിലിമോളുടെ ഭിന്നശേഷിക്കാരനായ പിതാവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിതാവ് ചായ കുടിക്കുന്നതിന് മുച്ചക്ര വാഹനത്തിൽ വീടിന് പുറത്തേക്ക് പോയിരുന്നു. ഈ സമയത്താവാം മോഷണം നടന്നതെന്നാണ് നിഗമനം. ബിജുവും കുടുംബവും വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. കിടപ്പുമുറിയിലെ അലമാര തുറന്നിട്ട നിലയിലാണ്. അലമാരയിലെ വസ്ത്രങ്ങളടക്കം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. സംഭവത്തിൽ ഉളിക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി. വീടും പരിസരവും കൃത്യമായി അറിയാവുന്നവരായിരിക്കും കവർച്ചയുടെ പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. വിരലടയാള വിദഗ്ധരും കണ്ണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ക്ഷേത്രത്തിനുള്ളിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്കുണ്ട്. അതും മറികടന്ന് മൊബൈലിലോ ക്യാമറയിലോ ദൃശ്യമെടുത്താൽ പണി പാളും കേട്ടോ. ഇനി ഒളിക്യാമറയിൽ പകർത്തിയാലും പിടിവീടും. ക്ഷേത്രത്തിൽ മെറ്റാ ഗ്ലാസ് ധരിച്ചെത്തിയ ശ്രീലങ്കൻ സ്വദേശിയാണ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മെറ്റാഗ്ലാസ് ധരിച്ചെത്തിയ ആളെയാണ് ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ശ്രീലങ്കൻ സ്വദേശിയാണ്. സ്റ്റേഷനിലെത്തിച്ച ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്കുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ പുറത്തിറക്കിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെയുള്ള ഗ്ലാസ് ഉപയോഗിച്ച് വീഡിയോ ദൃശ്യങ്ങൾ പകർത്താനും ഫോട്ടോകൾ എടുക്കാനും സാധിക്കും. മാസങ്ങൾക്ക് മുമ്പ് സ്മാർട്ട് ഗ്ലാസ് ധരിച്ചെത്തി ക്ഷേത്രത്തിൽ കയറിയ ഗുജറാത്ത് സ്വദേശിയും അറസ്റ്റിലായിരുന്നു. കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കണ്ടതോടെയാണ് അന്ന് പരിശോധിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.
കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് ഓട്ടോ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. നാലാഞ്ചിറ സ്വദേശി ദസ്തക്കീർ എന്നയാളെ മണ്ണന്തല പോലീസ് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയതോടെ ഭാര്യ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കിയിൽ കെട്ടിടം ക്രമവൽക്കരിച്ച് നൽകുന്നതിനായി 50,000 രൂപ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓവർസിയറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ഉടുമ്പൻചോല പഞ്ചായത്തിന്റെ ചുമതലയുള്ള പാമ്പാടുംപാറ പഞ്ചായത്ത് ഓവർസിയർ സേനാപതി സ്വദേശി എച്ച് വിഷ്ണു. മലപ്പുറം താനൂർ ഒഴൂരിൽ ലീഗ് ഓഫീസ് അജ്ഞാതർ തീവെച്ച് നശിപ്പിച്ചു. ഓഫീസിനകത്തെ ഫർണിച്ചറുകളടക്കം കത്തി നശിച്ചു. കണ്ണൂർ വെണ്ടുട്ടായിൽ പടക്കം പൊട്ടി യുവാവിന് പരിക്കേറ്റത് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയെന്ന് വ്യക്തമായി. തിരികൊളുത്തുന്നതിനിടെ കയ്യിലിരുന്ന് പടക്കം പൊട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ ഒരു നിമിഷം കൂടെയില്ലെന്നൊന്ന് ചിന്തിച്ചേ. ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നുണ്ടല്ലേ? വേർപാടുകളെന്നും വേദനകളാണ്. അതും മരണമാണെങ്കിലും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യമാണെങ്കിലും വല്ലാത്തൊരു മുറിവാണത്. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ചിലപ്പോൾ നമ്മൾ കരുതും. അതൊക്കെ വെറും തോന്നലാണ്. വേർപാടുകൾ യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഒരു നിമിഷത്തെ അതിജീവിക്കുന്നതാണ് പാട്. കുറച്ചു നേരത്തേക്ക് വല്ലാത്തൊരു ശൂന്യതയുണ്ടാകാം. ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നാം. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കാം. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് കഴിയുന്നേ. ഓരോ നഷ്ടപ്പെടലുകളിലും തീർന്നു പോകുന്നതല്ല നമ്മുടെ ജീവിതം, തിരിച്ചു പിടിക്കാനുള്ളതാണ്. ഇതോടെ പോലീസ് ഫെഡറൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.